ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ മീട്ടുവിന് വേണ്ടിയിട്ട് ഒരു 2-in-1 ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിൽ ഒരു മെറ്റീരിയൽ ഇതാണ്, ബ്ലാക്ക് കളറാണ്. ഇത് എൻ്റെ ഒരു ചുരിദാർ തച്ചതിൻ്റെ ബാക്കി പീസാണ്. ഇതൊരു സിൽക്ക് ടൈപ്പ്, ആർട്ട് സിൽക്ക് അങ്ങനെ എന്തോ ഒരു ടൈപ്പ് മെറ്റീരിയലാണിത്. പിന്നെ ഒന്ന് എൻ്റെ ഒരു ഷോളാണ്. ഇതൊരു 8 വർഷം പഴക്കമുള്ളൊരു ഷോളാണ്. ഒരു സൈഡിൽ ഇതും ഓപ്പോസിറ്റ് ആയിട്ട് ഈ ബ്ലാക്ക് മെറ്റീരിയലും യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ചോട്ടുകുട്ടി ഉറങ്ങിക്കിടക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ടിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ചോട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? ശരി, കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ 2 പീസായിട്ടാണുള്ളത്. അപ്പോൾ അതിന് രണ്ടിനെയും ഞാൻ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് കിട്ടും. അങ്ങനെ ഞാൻ 2 തുണികളെയും 2ആയി മടക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് അതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ മെഷർമെൻ്റൊക്കെ ചെയ്തിട്ട് ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ഞാൻ 6 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അത് തയ്യൽ തുമ്പ് എല്ലാം എടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് 8.5 ആണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേസ്റ്റ് ലെങ്ത്തായിട്ട് 9ഉം അതുപോലെ തന്നെ വേസ്റ്റ് വിഡ്ത്തായിട്ട് ഞാൻ 7.5 ആണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം തയ്യൽ തുമ്പോട് കൂടി ചേർത്താണ് എടുത്തേക്കുന്നത്. പിന്നെ അവിടുന്ന് താഴേക്ക് നമ്മൾ എ ലൈൻ കുർത്തിക്ക് കട്ട് ചെയ്യുന്നത് പോലെ എ ലൈനായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ടോട്ടൽ ലെങ്ത്തായിട്ട് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 30 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. 8 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അളവാണ് ഈ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലാക്ക് മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഷോളിൻ്റെ മെറ്റീരിയൽ അത് ഞാൻ അതേപോലെ 4ആയിട്ട് മടക്കി അതിൻ്റെ മേലിൽ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് പോർഷനും വെച്ചിട്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നെക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് ഞാൻ കുറച്ച് വീതി ഇറക്കം ഞാൻ കുറച്ച് കൂട്ടിയാണ് എടുത്തേക്കുന്നത്. 4 ഇഞ്ചസ് ഞാൻ നെക്കിന് ഇറക്കം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2.5 ആണ് എടുത്തേക്കുന്നത്. ഞാനിതിൽ സിബൊന്നും വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കഴുത്തിന് ഇറക്കം ബാക്കിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്യാം. 2 മെറ്റീരിയലും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് 2 ഇപ്പോൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമുക്ക് ജോയിൻ ചെയ്യാം. ഷോൾഡറാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഷോൾഡർ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഷോൾഡർ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താലേ നമുക്ക് ഇൻവിസിബിളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കാര്യങ്ങളൊന്നും പുറത്ത് കാണാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ഷോൾഡർ ഇങ്ങനെ വെച്ചേക്കുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇതിപ്പോൾ ഫ്രണ്ടാണ്, അതിൻ്റെ ബാക്കും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2ൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് ഷോൾഡേഴ്സിൻ്റെ ആ ഭാഗമാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. 2ൻ്റെയും നല്ല വശം ഇപ്പോൾ ഏത് വശമാണോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 2 സൈഡ് നല്ല വശം ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഞാൻ ബ്ലാക്കുമാണ് വെക്കുന്നത്. ബ്ലാക്കും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബ്ലാക്കിനെയും പിടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിൻറ്റഡ് പോർഷൻസ് 2ഉം ഒരേപോലെ എടുക്കണം. എന്നിട്ട് ആ പോർഷൻസ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ പോർഷൻ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ അത് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ച് പണിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജ് സ്റ്റിച്ചിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബ്ലാക്ക് പോർഷൻസ് ഒരുമിച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത പോർഷൻസ് ഒരുമിച്ച് വെക്കുക. നമുക്ക് സ്റ്റിച്ച് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് 2 പീസും ഒരുമിച്ച് വെക്കുക, ഫ്രണ്ടും അതിൻ്റെ ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് അതിനെ സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാക്കിലാണെങ്കിൽ ആ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രിൻ്റഡ് മെറ്റീരിയലിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് പോർഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല വശമല്ല അകത്തെ വശമാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതാ കണ്ടോ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ നമ്മുടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചീത്ത വശം അകത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ആ പ്രിൻ്റഡ് പോർഷൻ്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റിച്ച് നിർത്തണം, അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഫൈനലി നമ്മൾ രണ്ടിൻ്റെയും താഴ്വശം അകത്തേക്ക് കയറ്റിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ എനിക്കൊരു ബൊക്ക ഫുള്ള് കിട്ടിയ പോലെയാണ് ഇപ്പം. മീട്ടുവിനോടൊന്ന് ആ മെറ്റീരിയൽ ഒന്ന് പിടിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൽ ഒരു സ്റ്റിച്ച് പോലും നമുക്ക് വെളിയിലേക്ക് കാണാൻ പറ്റത്തില്ല. ഒരു നൂല് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇതിന് നമുക്ക് വേണമെങ്കിൽ 2 സൈഡും യൂസ് ചെയ്യാം. ലൈനിങ് വെച്ചില്ല എന്നൊരു പരാതിയില്ല, ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് ലൈനിങ് ആയിട്ടും യൂസ് ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് 2 in 1 ഫ്രോക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഒരിടത്ത് പോലും നമുക്ക് സ്റ്റിച്ച് വിസിബിളായി കാണത്തില്ല. നല്ല നീറ്റാണ്. ഒന്ന് അയണും കൂടി ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര നീറ്റാണ്. ഇടാനും റയോൺ മെറ്റീരിയലാണ്. ഷോളിൻ്റെ മെറ്റീരിയൽ റയോണാണ്. അതുപോലെ അകത്ത് ആർട്ട് സിൽക്കാണ്. നല്ലൊരു നോക്കിക്കോളൂ, ഒരിടത്ത് പോലും നിങ്ങൾക്ക് സ്റ്റിച്ച് വെളിയിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇത് യൂസ്ഫുള്ളായി തോന്നിയാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.